Good morning, all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് സീന മാം ആണ്. മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാമിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. മോർണിംഗ് സീന മാം. Good morning. Thank you, Good morning. സച്ചിന മാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. നല്ലൊരു മോർണിംഗിലേക്ക് എല്ലാവരും കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ സെഷനില് എന്താണ് നമ്മളെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചോ? ഹലോ, ടോപ്പിക് ശ്രദ്ധിച്ചിരുന്നു. മനസ്സിലായി. PS സൈക്യാപ്പ്. സൈക്യാപ്പ് എന്താണ് ചന്ദ്ര മാം? സൈക്യാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല മാം. സംതിങ് ന്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ആക്രോണിം ആണോ? സൈക്യാപ്പ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആണ് സൈക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ സൈക്യാപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ്. പലതരം ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് ഇപ്പൊ കൊമേഴ്സ് പഠിച്ച ഒരാളുകളാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണല്ലേ. ഒരു ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ഇതേപോലെ തന്നെ ഉള്ള ഒരു ടേം ആണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമ്മളെ മനഃശാസ്ത്രപരമായിട്ടുള്ള മൂലധനമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിനെ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്ന പേരാണ് സൈക്യാപ്പ്. അപ്പൊ സൈക്യാപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ സൈക്യാപ്പിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലിക്കാർ അല്ലെ എംപ്ലോയീസ് എന്നുള്ള ലെവലില് അവർക്ക് പഴയ കാലത്ത് നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ടാവുക പഴയ കാലഘട്ടങ്ങളിൽ. അതായത് ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റലിന് പ്രാധാന്യം കൊടുക്കും ഒരു ബിസിനസ്സില്. അങ്ങനെയുള്ള അല്ലെ ഹ്യൂമൻ റിസോഴ്സസിന് അവരുടെ കഴിവിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തില് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ ക്യാപിറ്റൽ വേണം, അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവണം, അവരുടെ കഴിവൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ ക്യാപിറ്റലും വളരെ പ്രാധാന്യമാണ്. അവരുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള മൂലധനം, അതായത് അവരുടെ മൈൻഡ് സെറ്റ് എന്നതാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് ഇവിടെ സൈക്യാപ്പിൽ ചുരുക്കി പറയുന്നത്. അപ്പൊ നമുക്ക് സൈക്യാപ്പിന്റെ നമുക്ക് ഒരു സ്ലൈഡ് ഉണ്ട് ഷെയർ ചെയ്യാൻ. സജ്ജന മാം, സ്ലൈഡിലൂടെ പോവാം. ഓക്കെ മാം, ഹോസ്റ്റ് ആക്കാം. ഒന്ന് ഹോസ്റ്റ് ചെയ്യാം. ഷെയർ ചെയ്തോളൂ മാം. ഓക്കെ, കാണുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, ഇല്ല. ഒരു മിനിറ്റ്. ഓക്കെ, വന്നില്ലേ? വന്നു. യെസ് മാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സൈക്യാപ്പ്. ദ ഹീറോ വിത്തിൻ ആണ്. നമ്മുടെ ഉള്ളിലുള്ള, എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹീറോയെ നമുക്ക് കൊണ്ടുവരാം അല്ലെ. ഹീറോ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫിലിമിലൊക്കെ ഓർമ്മ വരാറുണ്ട് അല്ലെ ചന്ദ്രമാം? ഹീറോ ആരാണ് ഹീറോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഇതേപോലെ നമ്മുടെ ഉള്ളിലും ഒരു ഹീറോ ഉണ്ട്.
അതാണ് സൈക്യാപ്പ് എന്നുള്ള ടേമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൈക്യാപ്പ് ദ ഹീറോ വിത്തിൻ, ബിൽഡിംഗ് യുവർ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഫോർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സക്സസിനും പ്രൊഫഷണൽ സക്സസിനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ സൈക്യാപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, സൈക്യാപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇത് സൈക്യാപ്പ് എന്നുള്ള ടേം പോസിറ്റീവ് സൈക്കോളജിയിൽ നിന്ന് വന്നതാണ്. ഇത് എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിനും നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സക്സസിനും അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷണൽ സക്സസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സൈക്യാപ്പ്. അപ്പൊ സൈക്യാപ്പിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിയോണ്ട് ട്രഡീഷണൽ ക്യാപിറ്റൽ. പഴയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഓർഗനൈസേഷൻസിലെ എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത് കുറെ മുൻപ്. പക്ഷെ പിന്നീടാണ് പോസിറ്റീവ് സൈക്കോളജിയിൽ വന്നതിന് ശേഷം അവിടെ പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഈ ഇക്കണോമിക് ക്യാപിറ്റൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫിനാൻഷ്യൽ ഹ്യൂമൻ ഇക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റ് ആണ്, റിസോഴ്സ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണം. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ മസ്റ്റ് ആണ്, അതായത് അവരുടെ നോളജ്, സ്കില്ല്, എക്സ്പീരിയൻസ് എംപ്ലോയീസിന്റെ. ഇതേപോലെ സോഷ്യൽ ക്യാപിറ്റലും ഉണ്ട്. സോഷ്യൽ ക്യാപിറ്റൽ റിലേഷൻഷിപ്പ്, നെറ്റ്വർക്ക്സ് ആൻഡ് ട്രസ്റ്റ് ആണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് എംപ്ലോയീസിന്റെ മൈൻഡ് സെറ്റ്, റെസിലിയൻസ് പവർ, അവരുടെ ഇന്നർ സ്ട്രെങ്ത്, ഇത് ആണ് ഏറ്റവും ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന് വേണ്ടതെന്ന് കൂടിയാണ് ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മറ്റുള്ള ക്യാപിറ്റൽ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. അതിനെ നമ്മൾ ഷോർട്ട് വേയിൽ സൈക്യാപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ല ആ ഒരു ടേമിലാണ് പറയുന്നത്. ഇനി വാട്ട് ഈസ് സൈക്കോളജിക്കൽ ക്യാപിറ്റല്? എന്താണ് ഈ സൈക്കോളജിക്കൽ ക്യാപിറ്റല്? നമുക്കറിയാം നമ്മൾ എന്താണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? ജോലി ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, പുതിയ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് വേണം, ഏത് ഫീൽഡ് ആണെങ്കിലും. എന്നാലും നമുക്ക് അവിടെ സക്സസ്ഫുള്ളി അവിടെ നിലനിൽക്കാനും നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തും ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്റെ പോസിറ്റീവ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് ക്യാരക്ടറൈസ്ഡ് ബൈ 4 എവിഡൻസ് ബേസ്ഡ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, ഡെവലപ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അവിടെ സൈക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ് ഇന്റൻഷനലി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാന്നാ പറയുന്നത്. നമുക്ക് മറ്റുള്ള നമ്മളെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ഫിക്സഡ് ആണ് ഓരോരുത്തരുടെയും ഒരു രീതിയിൽ. പക്ഷെ എന്നാൽ അതുപോലെയല്ല സൈക്യാപ്പ്. സൈക്യാപ്പ് എന്നുള്ള സ്റ്റേറ്റ് ഒരു നമുക്ക് ഇന്റൻഷനലി കൾട്ടിവേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ എംപ്ലോയീസ്, ഇപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്റെ എന്താണ് അവരുടെ സൈക്യാപ്പ് നമുക്ക് അവിടെ ബോധപൂർവം തന്നെ നമുക്കത് വളർത്താനും അത് അവരിലേക്ക് അതിന് വേണ്ട കോച്ചിങ്ങും അതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സൈക്യാപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ സൈക്യാപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോബ് പെർഫോമൻസ് ഒക്കെ വളരെ ഹൈ ലെവലിലേക്ക് എത്തും. അതായത് അവരുടെ ഐക്യുവിനേക്കാളും ടെക്നിക്കൽ സ്കില്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് സൈക്യാപ്പ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൈക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട 4 ടേമുകളാണ് സൈക്യാപ്പിലുള്ളത്. സൈക്യാപ്പിൽ ഒന്നാമത്തത് 4 പ്രധാനപ്പെട്ട ടേമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഹീറോ വിത്തിൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ ഹീറോ എന്നത് നമ്മൾ അതിനെ ഈ 4 പില്ലറുകളാണ്. സൈക്യാപ്പ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് 4 പില്ലേഴ്സ് ആണ്. ആ പില്ലറുകൾ എന്ന് പറയുന്നത് അതിന് ഷോർട്ട് വേയിൽ നമ്മൾ ഹീറോ എന്ന് വിളിക്കുക. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നമുക്ക് ഒരു ഫിലിമിൽ ഒരു ഹീറോ ഉണ്ടാവാറുണ്ട്, അതുപോലെ നമ്മുടെ ലൈഫിലും എന്താണ് അല്ലെ നമ്മൾക്കും നമ്മുടെ ഉള്ളിലും ഒരു ഹീറോ ഉണ്ട്. ആ ഹീറോനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ആ ഹീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ് അല്ലെ. ആ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോപ്പ്. സെക്കൻഡ് എന്താണ്? ഓ ആണ് അല്ലെ. ഹോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഹീറോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലെറ്റർ ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? എഫിക്കസി അല്ലെ. ഇ എന്ന് പറയുന്നത് യെസ്, താങ്ക് യു മാം. ഇനി തേർഡ് വൺ എന്താണ്? ഹീറോ എന്നതിൽ റെസിലിയൻസ്, ഫോർത്ത് വൺ ഒപ്റ്റിമിസം. ഈ 4 കൂടെ ഏറ്റവും സൈക്യാപ്പ് എന്നതിന്റെ 4 പില്ലറുകളാണ് ഏത് ഈ ഹീറോ എന്നത് കൊണ്ട് അല്ലെ ഹീറോ എന്നത്. അതിൽ ഓരോ ടേമിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഹോപ്പ് ആണ്. എന്താണ് ഹോപ്പ് എന്ന് പറയുമ്പോൾ? ദ വിൽ ആൻഡ് ദ വേ എന്നാണ് അല്ലെ.
Hope is not wishful thinking. It's the motivation to pursue goals combined with the ability to identify multiple pathways to achieve them even when obstacles arise. നമുക്ക് എന്ത് തടസ്സങ്ങൾ വരുമ്പോഴും ഒരു പ്രതീക്ഷ അല്ലെ, അതായത് നമ്മളെപ്പോഴും എന്താണ് ഏജൻസി തിങ്കിങ്, രണ്ട് കാര്യങ്ങളാണ് ഹോപ്പിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. നമുക്ക് ദ വിൽ, അതായത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടാവണം. ചിലപ്പോൾ നമുക്കൊരു ബ്ലോക്ക് വരും. ആ ബ്ലോക്ക് വരുമ്പോൾ ആ ഏജൻസി തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആക്ഷൻ എടുക്കാനുള്ള, അതായത് നമ്മൾ ദ ഡ്രൈവ് ആൻഡ് ഡിറ്റർമിനേഷൻ ടു ഇനീഷ്യേറ്റ് ആൻഡ് സസ്റ്റെയിൻ ആക്ഷൻ ടുവേർഡ് ഗോൾസ് ആണ്. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള മനസ്സും അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണോ, പാത്വേസ് തിങ്കിങ്. ഒരു വഴി സ്റ്റോപ്പ് ആവുകയാണ്, നമ്മൾ വിചാരിക്കുകയാണ് ഒരു വഴി നമുക്കിപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് വന്ന്, അങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വേ കണ്ടെത്താനും അല്ലെ അടുത്ത റൂട്ട്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ കുട്ടികളോട്, ഒരു കരിയറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു പാത്ത്, അതായത് പ്ലാൻ എ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ അംബീഷൻ ആയിരിക്കും. ആ പ്ലാൻ എ കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലാൻ ബിയും കൂടെ അവരെന്താക്കണോ അവിടെ സെലക്ട് ചെയ്ത് വെക്കണം. അതായത് പ്ലാൻ എ അഥവാ കിട്ടിയിട്ടില്ലേ പ്ലാൻ ബിയിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണമല്ലോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോപ്പ്, അതായത് ഹോപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഇത് വിൽ ചെയ്യാനുള്ള മൈൻഡും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു വഴി സ്റ്റോപ്പ് ആവുമ്പോൾ നെക്സ്റ്റ് വേ എന്താണെന്ന് അത് ജനറേറ്റ് ചെയ്ത് അടുത്ത വേയിലേക്ക് പോവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടെ നമ്മൾ ഉണ്ടാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഹോപ്പ് എന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ടേം എന്തായിരുന്നു? കണ്ടില്ലേ, ഒരു പെൺകുട്ടി ഇതാ എന്താണ് ഇവിടെ എന്തൊക്കെ മല കയറും പോലെ അല്ലെ, ആ ഒരു രീതിയിൽ കാണുന്ന പിക്ചറാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ബിലീഫ് അല്ലെ, ആദ്യം വിശ്വാസം, അതിനുശേഷം ദെൻ അച്ചീവ്. അതാണ് എഫിക്കസി എന്നുള്ള ടേം കൊണ്ട്, അതായത് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക അല്ലെ, വൺസ് എബിലിറ്റി ടു സക്സീഡ് ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് അത് സാധിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻസ് അല്ലെ, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് എഫിക്കസി എന്നുള്ള ടേമോട്. ഇത് എംപ്ലോയീസിലും നമ്മളിലും ഒക്കെ വേണം. നമ്മളെല്ലാവരും ഇപ്പൊ ഓരോ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ആ ജോലി ചെയ്യുമ്പോൾ നമ്മളിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാനിത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മാസ്റ്ററി എക്സ്പീരിയൻസസിലൂടെയാണ്. നമ്മൾ ആദ്യം നമ്മൾ വലിയ ടാസ്ക് എടുക്കേണ്ട അല്ലെ, നല്ല വലിയ വലിയ ഒബ്ജക്റ്റീവ്സ് ഒന്നും ചെയ്യാതെ സ്മോൾ എന്താണ് വിൻസ് അല്ലെ, സ്മോൾ ടാസ്ക്, ചെറിയ ചെറിയ എന്താണ് പിന്നെ ലക്ഷ്യങ്ങൾ വെച്ച് അത് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മൾ ഹാപ്പി ആവും അല്ലെ, സ്മോൾ വിൻസ്. അപ്പൊ അത് നമുക്ക് എന്തായിരിക്കും, നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം, വെൽ ചെയ്തു അല്ലെ. അങ്ങനെ നമ്മളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ സോഷ്യൽ മോഡലിംഗ് ആണ്. ഒബ്സർവ് പിയേഴ്സ് സക്സീഡിങ് ഇൻ സിമിലർ ചലഞ്ചസ്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ പിയേഴ്സ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അവരെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, അവർക്കത് ചെയ്യാൻ കഴിയുമല്ലോ, അപ്പോഴെനിക്കും എന്താക്കാം, ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു തിങ്കിങ് ലെവല് വളരെ നല്ലതാണ് അല്ലെ. അപ്പൊ അത് അതായത് അവരിപ്പോ നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ നമ്മളിപ്പോ ഒരു ട്രെയിനർ എടുക്കുമ്പോൾ നല്ല ഭംഗിയായി, അപ്പോഴും നമ്മൾ വിചാരിക്കുക എനിക്കും പറ്റുമല്ലോ, ഞാനും അത് എന്താക്കിയാൽ മതി, പ്രാക്ടീസ് ചെയ്ത് എനിക്ക് എൻ്റെ ഒരു സ്റ്റൈൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനെയുള്ള ഒബ്സർവ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതേ സിമിലർ സിറ്റുവേഷൻ എനിക്കും നല്ല രീതിയിൽ ആ ഒരു ചാലഞ്ചസ് ഞാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാം. മൂന്നാമത്തത് വെർബൽ പെർസ്വാഷനാ. അത് നമുക്ക് വേണ്ടത് ഈ സെൽഫ് എഫിക്കസി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് റിസീവ് ക്രെഡിബിൾ എൻകറേജ്മെന്റ് ഫ്രം ട്രസ്റ്റഡ് ലീഡേഴ്സ്. ഈ ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എംപ്ലോയീസിൽ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്തിരിക്കണോ, അവർക്ക് മറ്റുള്ള ലീഡേഴ്സ് അല്ലെ, അതായത് അവിടെ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ മാനേജേഴ്സ് അല്ലെ, നമ്മുടെ പിന്നെ മുകളിൽ സൂപ്പർവൈസർ ആരാണോ അവർ നമ്മളിടയ്ക്ക് നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മൾ എന്താക്കുക, വാക്കുകൾ കൊണ്ട് നല്ല എൻകറേജ്മെന്റ് നൽകുക അല്ലെ. അങ്ങനെ എൻകറേജ്മെന്റ് നൽകി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഹൈ ലെവലിലേക്ക് വരും അല്ലെ.
അതായത് എന്നെ അംഗീകരിച്ചു, ആ ഒരു അങ്ങനെ നമുക്ക് എഫിക്കസി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എഫിക്കസി എന്ന് പറയുന്നത് ബിലീവ് ചെയ്യുക ദെൻ അച്ചീവ്. നമ്മളെ വിശ്വസിക്കുക, നമുക്ക് ഇന്ന കഴിവുണ്ട്, ആ കഴിവിലൂടെ എനിക്ക് എന്താക്കാൻ കഴിയും, എൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം. അതാണ് ഹീറോയില് സെക്കൻഡ് വൺ ഇ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ എന്താണ്, റെസിലിയൻസ് ആണ്. റെസിലിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള സുപരിചിതമായ വേർഡാണ് അല്ലെ, റെസിലിയൻസ് എന്നുള്ളത്. എന്താണ് റെസിലിയൻസ്? ഹലോ, റെസിലിയൻസ് പവർ ഉള്ള ആളുകളല്ലേ പലരും. നിങ്ങളെ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ടാവാം, ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഈ റെസിലിയൻസ് പവർ ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവാം അല്ലെ. എന്താണ് റെസിലിയൻസ് പവർ? അതിജീവിക്കാനുള്ള ഒരു കഴിവാണ് അല്ലെ. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു റിക്കവർ, അഡാപ്റ്റ് ആൻഡ് ഗ്രോ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി, ഫെയിലിയർ ഓർ സിഗ്നിഫിക്കൻറ്റ് സ്ട്രെസ്. നമ്മൾ വല്ലാത്തൊരു സ്ട്രെസ്, വല്ലാത്തൊരു ഫെയിലിയർ ആയിട്ടുള്ള കണ്ടീഷനിലെ നമ്മൾ പറയാറുണ്ട് എല്ലായ്പ്പോഴും റബ്ബർ പന്ത് പോലെ നമ്മൾ എന്താണ് താഴേക്ക് അടിക്കും തോറും എത്ര നമ്മൾ താഴോട്ട് അതിശക്തമായിട്ട് വീഴുമ്പോൾ റബ്ബർ ബോൾ എന്താ ചെയ്യുക, അതിലും ശക്തിയായിട്ട് ഉയർന്നു പൊന്താണ് ചെയ്യുന്നത് അല്ലേ. ഇതേപോലെ ആയിരിക്കണം നമ്മളും. എന്ത് തരം ചില സിറ്റുവേഷനിൽ അങ്ങനെയുള്ള വീഴ്ചകൾ, അതുപോലെ തന്നെ പരാജയങ്ങൾ ഉണ്ടാവാം, ഫെയിലിയർ സിറ്റുവേഷൻ ഉണ്ടാവാം ലൈഫിൽ. ആ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മുന്നേറാനുള്ള ഒരു കഴിവ്, അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെസിലിയൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെസിലിയൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, അപ്പൊ എന്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് നമ്മൾ കരകയറുകയില്ല, നമ്മൾ മറ്റുള്ള ലക്ഷ്യം കണ്ടെത്തുകയും പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ റെസിലിയൻസ് പവർ വരുന്നത് ഒന്ന് അസറ്റ് ഫോക്കസ്ഡ് ആണ്, രണ്ട് പ്രോസസ് ഫോക്കസ്ഡ്, ഗ്രോത്ത് ഫോക്കസ്ഡ്. അതായത് നമ്മൾ ഇപ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഫെയിലിയർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ അസറ്റ്, നമ്മുടെ കഴിവ്. അസറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എബിലിറ്റി ആണ് അല്ലെ. നമ്മൾ ഐഡന്റിഫൈ ആൻഡ് ലിവറേജ് എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ്. ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട് അല്ലെ. അവരുടെ ആ കഴിവുകൾ എന്താണ്, ആ റിസോഴ്സസ്, സ്ട്രെങ്ത് അല്ലെ, ഏറ്റവും നല്ല സ്ട്രെങ്ത് ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ എന്താക്കുക, വളർത്താനുള്ള രീതിയിലുള്ള ഫോക്കസ് കൊടുക്കുക. രണ്ടാമത്തെ പ്രോസസ് ഫോക്കസ്ഡ് ആണ്, ഡെവലപ്പ് അഡാപ്റ്റീവ് തിങ്കിങ് ആൻഡ് കോപ്പിങ് സ്ട്രാറ്റജി. പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു എന്താണോ നമുക്ക് ആ ഒരു സ്ട്രെങ്ത്, അതിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനെയും അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പുതിയ സ്ട്രാറ്റജികൾ എടുത്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ്. മൂന്ന് ഗ്രോത്ത് ഫോക്കസ്ഡ് ആണ്, ഫൈൻഡ് മീനിങ് ആൻഡ് ലേണിംഗ് ഇൻ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസ്. നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള അല്ലെ, ഓരോ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെ നമ്മൾ ഏതെങ്കിലും ഫെയിലിയർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കും അല്ലേ. ഞാൻ ഇന്നത് ഈ ഒരു സിറ്റുവേഷന് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമുക്കൊരു ലേണിംഗ് ആണ് വരുന്നത്. ആ ലേണിംഗ് നമുക്ക് ആ ഒരു പഠനത്തിൽ നിന്ന് നമുക്കൊരു മീനിങ് ഫുൾ ലെവലിലേക്ക് മാറാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഇത് തന്നെയാണ് റെസിലിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഹീറോയിലെ 6 നമ്മൾ ചെയ്തു. അപ്പൊ സൈക്യാപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ 3 പില്ലറുകൾ നമ്മൾ പറഞ്ഞു. ഇനി സൈക്യാപ്പിൽ 4ാമത്തെ പില്ലറാണ് അതും ഏറ്റവും പ്രധാനമാണ്, ഒപ്റ്റിമിസം അല്ലെ. എന്താണ് ഈ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയലിസ്റ്റിക് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ്. സൈക്യാപ്പ് ഒപ്റ്റിമിസം ഈസ് റിയലിസ്റ്റിക് ആൻഡ് ഗ്രൗണ്ടഡ്, നോട്ട് ബ്ലൈൻഡ് പോസിറ്റിവിറ്റി. അതായത് വെറുതെ നമ്മൾ പോസിറ്റിവിറ്റി പറയുകയല്ല. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു ആട്രിബ്യൂട്ട് പോസിറ്റീവ് ഇവന്റ്സ് ടു ഇന്റേണൽ പെർമനന്റ് കോസസ് ആൻഡ് സെറ്റ് ബാക്സ് ടു എക്സ്റ്റേണൽ ടെമ്പററി വൺസ്. അതായത് നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആട്രിബ്യൂഷൻ 2 രീതിയിൽ ആളുകൾ ചിന്തിക്കാറുണ്ട് അല്ലെ. പെസിമിസ്റ്റിക് തിങ്കിങ്ങും ഉണ്ട്, ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ്ങും ഉണ്ട്. എന്താ പെസിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാല് നമ്മളുള്ള ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ലെവലാ അല്ലെ. അതായത് ഞാൻ എങ്ങനെയാണ്, അതായത് നെഗറ്റീവ് പലപ്പോഴും നമ്മൾ എന്താണ് പല നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർ വിചാരിക്കും അതെന്റെ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാ, അല്ലാണ്ട് എൻ്റെ കഴിവ് കൊണ്ടൊന്നല്ല. ഈ പെസിമിസ്റ്റിക് തിങ്കിങ് ഉള്ള ആളുകൾ അങ്ങനെയാണ്.
അതായത് എന്തെങ്കിലും നല്ല കാര്യം അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കുക എന്താണ്, അതായത് അവർ പറയും ഇത് ടെമ്പററി, താൽക്കാലികമായിട്ട് വല്ലപ്പോഴും വരുന്നതാണ്. അത് ആ വല്ലപ്പോഴും തന്നെ അത് സാധിക്കുന്നത് എന്താണ്, എൻ്റെ ലക്ക് കൊണ്ട് സംഭവിച്ചാണ്, അല്ലാതെ എനിക്ക് കഴിവൊന്നുമില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുക. അതായത് ഈ പെസിമിസ്റ്റിക് തിങ്കിങ് ഉള്ള ആളുകളിൽ പലപ്പോഴും എനിക്ക് വലിയ കഴിവൊന്നുമില്ല, ഞാൻ ഒന്നിനും പറ്റത്തില്ല, അല്ല എൻ്റെ ലൈഫിൽ പലപ്പോഴും എന്താണ് ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നടക്കാറുള്ളൂ, അതെൻ്റെ എന്താണ് ചിലർ ഫെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി അങ്ങനെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ തിങ്കിങ് ലെവൽ എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക് ആണ് ശരിക്കും. എന്നാൽ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അവരെന്താണെന്ന് ചിന്തിക്കാന്ന് പറഞ്ഞാല് അവര് എപ്പോഴും എന്ത് നെഗറ്റീവ് വന്നാൽ പോലും അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കും. ഇപ്പം നമ്മൾ ചില സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തൊരു കോഴ്സ്, അപ്പൊ അവർ വിചാരിക്കും അതെന്നെ കൊണ്ട് പറ്റായിട്ടായിരിക്കാം, അതുകൊണ്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനിലേക്ക് ഞാൻ എത്തി, അല്ലെങ്കിൽ അതുപോലെ എല്ലാവരും തന്നെ അങ്ങനെ എംപ്ലോയീസിലും അങ്ങനെയുള്ള തിങ്കിങ് ലെവൽ വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ആയിരിക്കണം. അപ്പോഴവര് എന്താണ് അവർ വിചാരിക്കുക എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടി. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈ എഫേർട്ട് ആൻഡ് എബിലിറ്റി, നമ്മൾ ഏതൊരു വിജയത്തിനും കാരണം നമ്മുടെ എഫേർട്ടാണ്, നമ്മുടെ എബിലിറ്റിയാണ് നമ്മൾ തിരിച്ചറിയുക അല്ലെ. അതായത് എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് അത് ചെയ്യാൻ സാധിച്ചത് എന്നുള്ള ആ ഒരു ലെവലിലേക്കുള്ള തിങ്കിങ്ങും. ഇനി അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ, നമ്മൾ മനുഷ്യനാണ്, അപ്പോഴല്ലേ നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോഴും നമുക്ക് എന്തെങ്കിലും എന്താണ് പെർഫോമൻസ് ഒക്കെ കുറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഈ ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ഉള്ള ആളുകൾ വിചാരിക്കുക എന്താണ്, ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ് അല്ലേ, അതായത് ഇത് എനിക്ക് എന്താക്കാം, താൽക്കാലികമായിട്ട് സംഭവിച്ചാണ്, എനിക്ക് വേഗം തന്നെ അത് ഉഷാറാക്കി മുന്നോട്ട് പോവാം. അങ്ങനെയുള്ള ഒപ്റ്റിമിസം എന്നുള്ള ലെവലിലായിരിക്കണം എംപ്ലോയീസിന്റെ ഏറ്റവും പ്രധാന മൈൻഡ് സെറ്റ് എന്നും കൂടെ പറയുകയാണ്. റിയലിസ്റ്റിക് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ആളുകളായിരിക്കണം. ഈ 4 പില്ലറുകളാണ് ശരിക്കും ഏത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്യാപ്പിൽ വരുന്നത്. അതായത് റിയലിസ്റ്റിക് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക്. അപ്പൊ ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ഹീറോ എന്നാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും, നമ്മുടെ എന്താണ് ലൈഫ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ലൈഫിലും നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫിൽ എവിടെയും നമുക്ക് ഈ 4 പോയിന്റുകൾ നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചാൽ നമ്മളൊരു സൈക്കോളജിക്കൽ ക്യാപിറ്റലും കൂടെ നമ്മളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഹീറോ ഫ്രെയിം വർക്ക് ഇൻ ആക്ഷൻ. നോക്കൂ, നമ്മൾ ദ 4 കോമ്പണൻസ് ഓഫ് സൈക്യാപ്പ് ആർ ഡീപ്ലി ഇന്റർ കണക്റ്റഡ്. അതായത് ഈ 4 കാര്യങ്ങളും കൂടെ പരസ്പരം കണക്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ടുഗദർ ദേ ക്രിയേറ്റ് എ കോമ്പൗണ്ട് ഇഫക്റ്റ്. അപ്പോഴും നമുക്ക് എന്തുണ്ടാവും, നല്ലൊരു കോമ്പൗണ്ട് ഇഫക്റ്റ്, നല്ലൊരു റിസൾട്ടിലേക്ക് ഈ 4ഉം കൂടി ചേരുമ്പോൾ ഏറ്റവും നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഓവറോൾ നമ്മളെ സ്ട്രെങ്ത് ആൻഡ് പെർഫോമൻസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും 4 പോയിന്റുകൾ, അത് ഹോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സെറ്റ് ഗോൾസ് ആൻഡ് പാത്സ്. എഫിക്കസി എന്ന് പറഞ്ഞാൽ ബിൽഡ് മാസ്റ്ററി. അതുപോലെ തന്നെ റെസിലിയൻസ് എന്നുള്ളത് റിക്കവർ ആൻഡ് അഡാപ്റ്റ് ആണ്. ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റിയലിസം ആണ്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിൽ നമ്മൾ ബാക്കിയുള്ള ക്യാപിറ്റല്, ഫിനാൻഷ്യൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസും അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് എംപ്ലോയീസിന്റെ സൈക്യാപ്പ്, അതായത് സൈക്കോളജിക്കൽ ക്യാപിറ്റലും വളരെ പ്രാധാന്യമാണ്. ഇത് നമുക്ക് മെഷറബിൾ ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും അവരുടെ ഇംപ്രൂവ്മെന്റ്സിലൂടെ, അവരുടെ എൻഗേജ്മെന്റിലൂടെ അല്ലെ, അവരുടെ എത്രത്തോളം അവർ വർക്കിൽ എൻഗേജഡ് ആണ്, ഇപ്പൊ അവരുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ്, അവരുടെ വെൽബീയിങ്ങിനെയൊക്കെ അത് വർക്കിംഗ് പ്ലേസിൽ അല്ലെ അവരുടെ വെൽബീയിങ് എത്രത്തോളം ഉണ്ട്, അവരുടെ ആ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇത് മെഷർ ചെയ്യാനും കൂടെ സാധിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ എല്ലാവരിലും നമ്മളിപ്പോൾ പ്രൊഫഷണലി ഒക്കെ നമുക്ക് വേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ലെവലിലേക്ക് നോക്കുമ്പോൾ സൈക്യാപ്പിനെ ഒരുപാട് പേര് റിസർച്ച് ചെയ്തു. ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് ലുത്തൻസ് ആൻഡ് എവി ആൻഡ് കൊളീഗ്സ് ഒരു സൈക്യാപ്പിന്റെ ഒരു ഓർഗനൈസേഷൻസിനെ പോലെ തന്നെ അല്ലെ ഇൻഡിവിജ്വൽസിനും അവരുടെ ഈ സൈക്യാപ്പ് നമ്മൾ ബിസിനസ് ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ
എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ മറ്റൊരു ഒരു റിസർച്ചിലൂടെ ഇവിടെ കാണിക്കുന്നത് ഈ സ്ലൈഡിൽ. അപ്പോൾ 2x പെർഫോമൻസ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയീസിന് സൈക്യാപ്പ് ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് സാധാരണ ലെവലിൽ നിന്ന് എന്താണ് 2 ഇരട്ടി മികച്ച പെർഫോമൻസ് നേടാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ സൈക്യാപ്പ് ഉള്ള ആളുകളിൽ നമുക്ക് സൈക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. ആ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 30% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്താണ് അങ്ങനെ അവർക്ക് വേണ്ടി പരിശീലനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് അവർക്ക് ജോലിയിൽ എന്തായിരിക്കും അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുകയും അതുപോലെ തന്നെ അവർക്ക് 30% ഹൈ ലെവൽ ഇൻട്രസ്റ്റ് കൂടി അവർക്ക് ജോലി ഒന്നുകൂടെ ഉഷാറാക്കി ചെയ്യാനുള്ള ഒരു താല്പര്യം എംപ്ലോയീസിൽ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക. അപ്പോൾ ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഏതൊരു കമ്പനിയിലൊക്കെ നമുക്ക് ഇപ്പോഴും എന്താണ് ഈ സൈക്യാപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനവർ സ്പെൻഡ് ചെയ്യുന്ന ആ ചെലവിൻ്റെ എന്താണ് 263% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഇത്തരം പരിപാടികൾക്ക് വേണ്ടി അവർ ചെലവാക്കുന്ന തുകയേക്കാള് 263% അധികം ലാഭം ആർക്ക് കിട്ടുന്നുണ്ട്? ഓരോ കമ്പനികൾക്കും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോർ റിസോഴ്സസിനെ ഈ 4 ഹീറോ എന്നുള്ളത് നമ്മളെ HERO ആ 4 ടേമിനെയും നമുക്ക് മെഷറബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയതാണ്. ഈ സൈക്യാപ്പിന്റെ ഏറ്റവും പ്രത്യേകത അതാണ്. നമുക്കത് ഒരു സ്കില്ലിലൂടെ അതിൽ പ്രാക്ടീസിലൂടെ നമ്മളിൽ ഓരോരുത്തരും നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം? സൈക്യാപ്പ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ യുവർ നെക്സ്റ്റ് സ്റ്റെപ്സ് ആക്ടിവേറ്റ് ദ ഹീറോ വിത്തിൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്, പല ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ സൈക്യാപ്പ് ലെവല് എപ്പോഴും ഒന്ന് അസസ് ചെയ്ത് നോക്കുക അല്ലെ. അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ മെത്തേഡുകളുണ്ട്. അതായത് PCQ-24 ക്വസ്റ്റ്യനെയർ എന്നുള്ള ഒരു ടെക്നിക്സിന്റെ വാലിഡേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ സൈക്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ടാർഗറ്റ് 1 കോമ്പണന്റ് ഫോക്കസ് ഓൺ യുവർ ലോവസ്റ്റ് സൈക്യാപ്പ് ഡയമെൻഷൻ. ഇനി നമ്മളിൽ ഈ 4 പോയിന്റുകളിൽ നിങ്ങൾ ഓരോരുത്തരിലും ഓരോ 4 പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു 6 ആഴ്ച കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് ഇതിന്റെ റിസർച്ച് നടത്തിയ ആളുകളുടെ ഫൈൻഡ് ഔട്ടിൽ പറയുന്നത്. പിന്നെ എംബഡ് ഇൻ കൾച്ചർ, ഇത് നമ്മൾ സൈക്യാപ്പ് പ്രിൻസിപ്പിൾ നമ്മൾ ഒരു കൾച്ചറായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അതെങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടത്? കോച്ചിങ്ങിലൂടെ, ഫീഡ്ബാക്കിലൂടെ, അങ്ങനെയുള്ള ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ ഒക്കെ നമുക്കത് കൊണ്ടുവരാം. പിന്നെ മെഷർ ആൻഡ് ഇലിറ്ററേറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക? അതായത് നമ്മൾ സാധാരണ റീഅസസ് ഇടയ്ക്കിടയ്ക്ക് 3 months കൂടുമ്പോൾ നമ്മൾ ഹീറോ എവിടെയെങ്കിലും കുറഞ്ഞു പോയോ അല്ലെ? ചന്ദ്രാമാമിന്റെ ഒക്കെ ഹീറോയിൽ എവിടെയെങ്കിലും Hലോ അല്ലെ Eലോ Rലോ അല്ലെ Oയിലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെന്താക്കാം? അത് ഉയർത്താനുള്ള, അതിനെ ഒന്നുകൂടെ നമുക്ക് ഉയർത്തിയെടുക്കാനുള്ള ആ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് റീഅസസ് ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളെ സൈക്യാപ്പ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ അതെല്ലായ്പ്പോഴും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മൾക്ക് പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും ഏറ്റവും മികച്ച രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നതാണ് സൈക്കോളജിക്കൽ ക്യാപിറ്റലിന്റെ ഏറ്റവും പ്രാധാന്യം. ഇത്രയുമാണ് നമുക്ക് സൈക്യാപ്പിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പൊ സൈക്യാപ്പ് എന്നുള്ള ഹീറോ, നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഹീറോ ഇല്ലേ? ആ ഹീറോനെ നമ്മൾ എന്താക്കുക? മുന്നോട്ട് കൊണ്ടുവരിക അല്ലെ. ആ ഹീറോ നമ്മള്
ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഹീറോയിൽ എവിടെയെങ്കിലും ഏതിലെങ്കിലും ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് നമ്മൾ ഇല്ലാതാക്കി അതിനെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് തന്നെ കൊണ്ടുവരിക. അത് നമുക്ക് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഏറ്റവും പ്രാധാന്യമാണ് എന്നതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, എടുത്തു പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ സ്ഥാപനങ്ങളും അവരുടെ എംപ്ലോയീസിന്റെ സൈക്യാപ്പ് കൂടെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. പണ്ട് നമ്മൾ ക്യാപിറ്റൽ ഇല്ലേ, ഫിനാൻഷ്യലും അതുപോലെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ സോഷ്യൽ ക്യാപിറ്റലിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതിന് ഏറ്റവും സൈക്കോളജിക്കൽ ക്യാപിറ്റലിനും കൂടെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് താങ്ക് യു ഇന്നത്തെ മാം. ഈ സൈക്യാപ്പ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ചെറിയൊരു ടോപ്പിക്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവാം. നമുക്ക് അതിന് ചെറിയൊരു ഡിസ്കഷൻ പോലെ പോവാം. സജന മാം. യെസ് മാം. ഗുഡ് മോർണിംഗ് സീന മാം. ഓ, വളരെ നല്ല ഒരു ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്ക് എൻ്റെ ബാക്ക് കോമേഴ്സ് സെക്ഷനിൽ പോയി ഇരിക്കുന്ന മാതിരിയുള്ള ഒരു ഫീല് വന്നു. ബിക്കോസ് ഇത് നമ്മൾക്ക് കോമേഴ്സ് സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാം വന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഓരോരോ ഇൻഡിവിജ്വലിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ ഹീറോ പറഞ്ഞ ആക്രോണിം ഇതൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആ ഹോപ്പ്, പിന്നെ എഫിക്കസി, റെസിലിയൻസ്, ഓപ്റ്റിമിസം, ഇതെല്ലാരും ഓരോരോ ഇൻഡിവിജ്വലിലും വേണം. അത് എപ്പോഴാണ് നമുക്കത് കുറവാവുക, അപ്പൊ നമ്മളുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. അത് നമ്മളുടെ ഒരു വീട്ടിലായാലും ശരി, നമ്മൾ റിലേഷൻഷിപ്പിലായാലും ശരി, ഇതൊക്കെ ഒരു ഡിഫറൻസ് വരുമ്പോൾ അത് അപ്പ് ആൻഡ് ഡൗൺ ആവുമ്പോൾ ഗ്രാഫ് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളത് റീകൂപ്പ് ചെയ്യാൻ നോക്കണം. നമ്മളതിനെ നോർമലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് മാറിയാൽ മാത്രമേ ഒരു ഫാമിലി ലൈഫ് ആയാലും ശരി, ഒരു റിലേഷൻഷിപ്പോ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വലും ഗ്രോ ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റ് ആയിട്ട് മാം ആയാലും നമ്മൾ എല്ലാവരും പേപ്പറിൽ വായിക്കുമ്പോഴും എംപ്ലോയീസിന്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ, നമ്മൾ ഈച്ച് വൺ ഓഫ് us ആർ എംപ്ലോയീസ് അല്ലേ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എംപ്ലോയി ആയിട്ട് ഉണ്ട് നമ്മൾ. ആ എംപ്ലോയിയുടെ പെർഫോമൻസ് കുറയാൻ ഉള്ള റീസൺസും ഇതൊക്കെ ആയിരിക്കാം. ഇതിനെ നമ്മൾ കറക്ഷൻസ് ചെയ്തിട്ട് ബെറ്റർ പെർഫോമൻസിലേക്ക് മുന്നോട്ട് പോകാൻ നല്ലൊരു സെഷൻ ആയിരുന്നു മാം ഇത്. സോ ഈച്ച് വൺ ഓഫ് us ഹാവ് ടു തിങ്ക് ഓഫ് ദിസ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് അവർ സെൽഫ്. നമ്മുടെ എന്താണ് ഡൗൺ ആയ ഒരു കോൺസെപ്റ്റ്, ഇത് ക്യാപിറ്റലായിട്ട് കണക്കാക്കുന്നുണ്ട്. സൈക്കോളജി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ആയി മാറിയിട്ടുണ്ട് ഇന്ന്. നമ്മളുടെ പെർഫോമൻസ് ലെവലിൽ സാറ്റിസ്ഫാക്ഷൻ ഇതെല്ലാം കുറയുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അവിടെ എഫക്റ്റ് ആവും, നമ്മളുടെ റിസൾട്ടും അവിടെ കുറവും, നമ്മളുടെ കോൺട്രിബ്യൂഷൻ അവിടെ കുറയും. സോ വെരി ഇൻഫോർമേറ്റീവ്. നമ്മളെല്ലാവരും നമ്മുടെ റിയൽ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും പ്രൊഫഷണൽ ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ മാം തന്നതിന് വളരെ താങ്ക്സ് മാം. മാം PPT നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, ഷെയർ ചെയ്ത്. താങ്ക് യു. മാം ആഡ് ഓൺ ചെയ്യാം. ഇപ്പോ TCS ഉണ്ടായ ഒരു സംഭവം എല്ലാരും വായിക്കുന്നത് ഞാൻ കേട്ടത്, ഇവിടെ മലയാളം ന്യൂസ് പേപ്പേഴ്സ് വളരെ കുറവായിട്ട് കവർ ചെയ്തു എന്ന് കേട്ടു. സോ അവിടെ ആ എംപ്ലോയീസ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് 9 എംപ്ലോയീസ് മാത്രമാണ്. അവർ എത്രമാത്രം സൈക്കോളജിക്കൽ പ്രോബ്ലം ഈ ടീം ലീഡ് മാനേജേഴ്സ് കാരണം ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഒരു ഇതില്ല, ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിട്ടും അപ്പൊ അവര് എങ്ങനെയായിരിക്കാം അവരുടെ പെർഫോമൻസ് ഞാൻ ചിന്തിച്ചു നോക്കാണ്. ഈ കുറച്ച് ആൾക്കാർ അവിടെ എങ്ങനെയാണ് ഇവര് ഈ മാതിരി ഒരു കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോ വെരി ഡിഫിക്കൾട്ട്. സോ മാമിന് ഇത് ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യാണ്, പോയിട്ടുണ്ട് വർക്കിന്റെ ഒപ്പം ഈ മാമിന്റെ ഇത് കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് റെസ്പോണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഈച്ച് വൺ ഓഫ് us ഹാസ് ടു തിങ്ക്
നമ്മളൊരു ഓർഗനൈസേഷനിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അപ്പൊ ഒരു എംപ്ലോയീനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വെക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ, പ്രത്യേകിച്ച് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവരാണ്. ഇനി ഓക്കെ, ചന്ദ്രമൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അതായത് ശരിക്കും നമ്മളെ എംപ്ലോയീസിന്റെ ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സൈക്യാപ്പ് കംപ്ലീറ്റ്ലി അവരിൽ ഹൈ ലെവലിൽ തന്നെ നിൽക്കണം. സൈക്കോളജി ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇതിനു വേണ്ടി എത്ര ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ അഡ്വാൻറ്റേജും കൂടെ ഇതിൽ പറയുന്നത്. അതായത് 2 ഇരട്ടി മികച്ച പെർഫോമൻസിലേക്ക് അവരെത്തും. അതുപോലെ തന്നെ അതിന്റെ എത്രത്തോളം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനത്തിനുണ്ടാവും. അവരുടെ എല്ലാ എംപ്ലോയീസിന്റെയും സൈക്യാപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. സജ്ജന മാം, ഇന്നത്തെ ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ലേ? സെഷൻ വൈൻഡപ്പ് ചെയ്യാം മാം. ഓക്കെ, എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ നോക്കണം, നമ്മുടെ ഹീറോ ചെക്ക് ആ ചെയ്യണം. അതെ, അടിപൊളി നമ്മുടെ സെഷൻ ഹീറോ ആയിരുന്നു. എവിടെ എത്തി, എങ്ങനെയാണ് സ്വന്തം സ്ഥാപനമൊക്കെ നടത്തുന്ന അല്ലെ, നമ്മൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അല്ലെ, ചെറിയ രീതിയിലാണ് നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് സൈക്യാപ്പ് എന്നുള്ള കാര്യം. അതെ. ഓക്കെ, അപ്പൊ ഹീറോ താങ്ക് യു സോ മച്ച്. മികച്ചതാക്കുക, നമ്മൾ സക്സസ് ആവുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഹാവ് എ thank you വണ്ടർഫുൾ ma'am, wishing all a good day. ഓക്കെ.